ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇതിനകത്ത് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കസ്റ്റഡി മരണങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പറയാൻ വേണ്ടി ചോദ്യം ചെയ്യലിനെ പറ്റിയാണ്. ചോദ്യം ചെയ്യൽ പോലീസ് ചോദ്യം ചെയ്യണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡൺ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് എ ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ മാത്രമേ പോലീസിന് ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. അതും റെക്കോർഡ് ചെയ്യണം. ഒരു പോലീസുകാരന് റെക്കോർഡ് ചെയ്യും, ഈ ബന്ധു അല്ലെങ്കിൽ വാർഡ് മെമ്പർ ഇവരും റെക്കോർഡ് ചെയ്യും. അപ്പോൾ പിന്നെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്യാം. അവനോട് ഇപ്പോൾ അവൻ ചോദ്യം ചെയ്യുമ്പോൾ അവൻ നുണ പറയുകയാണെങ്കിൽ അവന് സമ്മതിക്കേണ്ടി വരും. അവൻ പോലീസ് തിരിച്ചു മറിച്ച് ചോദിക്കുമ്പോൾ അവൻ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറേ പറയാം അങ്ങനെയല്ല, ശരിയാണ്, ഞാൻ ചെയ്താണെന്ന് പറയും, അല്ലേ? അവന് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതാണ്. അവൻ പറയുന്ന നുണയെ. അപ്പം അതിന് നമുക്ക് അവന് നുണ പൊളിക്കാൻ വേണ്ടിയാണ് പോലീസുകാർ ചോദ്യം ചെയ്യുന്നത്. കുറേ ചോദ്യം ചെയ്യുമ്പോൾ അവൻ്റെ ഉത്തരം മുട്ടും പറയും ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? ഇവിടെ അടിയാണ്. പറഞ്ഞില്ലേ അപ്പം അടിയെന്ന് അപ്പം എന്ത് പറ്റും? നേരെ കുറ്റം ചെയ്തില്ലെങ്കിലും അവൻ ചെയ്തെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? അവസാനം ഇതിനെ പ്രതിയാക്കും. അവസാനം കോടതി ചെല്ലുമ്പോൾ എന്താ? കോടതി ചെല്ലുമ്പോൾ ഞാനല്ല, എന്നെ പോലീസുകാർ തല്ലിയിട്ട് ഞാനല്ലെന്ന് പറയും, അല്ലേ? പോലീസുകാർക്ക് തൽക്കാലം അവർക്ക് രക്ഷപ്പെട്ടാൽ മതി. അവർക്ക് ഈ മുകളിൽ നിന്നുള്ള ഈ പൊളിറ്റിക്കൽ പ്രഷർ വരുമ്പോൾ അവർ ചെയ്യുന്നതാണ്. പിന്നെ ചിലതൊക്കെ മനഃപൂർവ്വം വരും. ചില നിരപരാധികൾ വരും. അവരുടെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പോലീസുകാർക്ക് ചില സ്ഥിരം പ്രതികളൊക്കെ ഉണ്ട്. പോലീസുകാർക്ക് ചില സ്ഥിരം പ്രതികളുണ്ട്, സ്ഥിരം സാക്ഷികളും ഉണ്ട്. അവർക്ക് പറയണം, നീ ആ കുറ്റം കൂടെ ഏറ്റെടുത്തോ, നിനക്ക് അടിച്ച കൊന്ന ആളുണ്ടല്ല, കൊന്ന ആളെ ഇന്ന് നിനക്ക് കുറേ കാശൊക്കെ മേടിച്ചു തരാം. നീ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ കുറേ കാശും മേടിച്ചു തരാം, നീ കാശും മേടിച്ചു. അവസാനം കേസൊക്കെ ഞങ്ങൾ ആ തരത്തിലാക്കിക്കോളാം, നീ കോടതി വരുമ്പോൾ കേസ് തെളിവില്ലാണ്ട് പോയിക്കോളും. അപ്പം ഇങ്ങനെ പോലീസുകാർ ഒരുപാട് ചെയ്യുന്നുണ്ട്. പോലീസുകാർക്ക് ആരെങ്കിലും പിടിച്ചാലേ പറ്റുള്ളൂ. കാരണം മുകളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അവർക്ക് അതിജീവിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ചെയ്യണത്. അപ്പോൾ ചോദ്യം ചെയ്യൽ, പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ ഒരു ആവശ്യമാണ്. അപ്പോൾ പക്ഷേ അത് ചോദ്യം ചെയ്യുന്ന ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ഈ ശാരീരികമായിട്ടുള്ള മർദ്ദനങ്ങളോ ഒന്നും പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ തെളിയിക്കാൻ പറ്റിയില്ലേ, തെളിയിക്കണ്ട, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം എന്തോരം കേസുകൾ തെളിയിക്കാണ്ട് പോയിക്കണം, അല്ലേ? എന്തോരം കേസുകളെ ഇവിടെ അതൊക്കെ പോട്ടെ, ഒരുപാട്. അപ്പോൾ അപ്പോൾ ഈ ഇൻട്രോഗേഷൻ, അതിൽ വേറൊരു കാര്യം, ഈ മജിസ്ട്രേറ്റിനെ ഈ പോലീസിൻ്റെ പ്രവർത്തനം സൂപ്പർവൈസ് ചെയ്യാം, നിരീക്ഷിക്കാം. ഈ നിയമ സംവിധാനത്തിൽ ഈ പോലീസിൻ്റെ പ്രവർത്തിക്ക് നിരീക്ഷിക്കാനും വിലയിരുത്താനുള്ള അധികാരം കോടതിക്കുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റിനെ ചെയ്യാം. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതി വല്ലയിടത്തും വല്ല നഗരത്തിലെവിടെയൊക്കെ ഉണ്ട് കോടതി. അവിടെ ഈ പ്രതികളെയും കൊണ്ട് വണ്ടി കയറ്റി അവിടെ ചിലപ്പോൾ കൈവിലങ്ങ് വെച്ചായിരിക്കും, അല്ലാണ്ടായിരിക്കും. ചിലപ്പോൾ അവൻ ഒന്ന് കൈ ഒന്ന് ഊരിക്കുക എന്ന് പറയുമ്പോൾ അവൻ ഊരുന്ന സമയത്ത് ഓടി രക്ഷപ്പെടും. അപ്പോൾ അത് വേണ്ട. ഈ മജിസ്ട്രേറ്റ് കോടതി പ്രധാനപ്പെട്ട ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിൻ്റെ ഒരു മജിസ്ട്രേറ്റ് കോടതി ആയിക്കോട്ടെ. അപ്പോൾ മജിസ്ട്രേറ്റിന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലാക്കാം. പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് ഒരു കരച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് നോക്കാം അവിടെ ആരെയും. അപ്പോൾ അവിടെ ഈ അടിയൊടിയൊന്നും നടക്കില്ല. മജിസ്ട്രേറ്റ് വേണം. അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഒരാൾ ചോദ്യം ചെയ്യലിൽ ഉത്തരത്തിലൂടെയൊന്നും ഒരാളെ പ്രതിയാക്കാൻ അയാൾ പ്രതി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് അയാളെ മർദ്ദിക്കാമെന്നല്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ എന്തെങ്കിലും തരത്തിൽ അയാൾ ഏൽപ്പിക്കാം. അപ്പോൾ ചോറിൽ അടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചോറിൽ അടിച്ചുകൊണ്ട് ചത്തൊന്നും പോകില്ലാരും. കണ്ണിന് മുള കരച്ചൊന്നും ചത്തൊന്നും പോകില്ലാരും. കണ്ണിനൊക്കെ ഇടന്നും വരില്ല. ആദ്യം കുറേ ഇത് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് നിയമ സംരക്ഷണം വേണം. നമ്മുടെ ഈ പോലീസ് മാനുവലിൽ അതിനെ എഴുതി വെക്കണം ഏതെല്ലാം തരത്തിലുള്ള മർദ്ദന മുറകൾ
അതായത് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വേണം എന്നുള്ളത് നമ്മുടെ പോലീസ് മാനുവലിൽ എഴുതി വെക്കണം. ഇന്നിപ്പോൾ അതല്ല, ഒന്നും എഴുതിയിട്ടില്ല, ഇവർക്ക് തോന്നുന്നതുകൊണ്ട് ചെയ്യും. അപ്പം ഈ ചൂരൽ കൊണ്ട് അടിയൊക്കെ ആദ്യം ചൂരൽ കൊണ്ട് അടിയാണ്. ചൂരൽ ഭയങ്കരമായിട്ട് അടിക്കും, അവർ കെട്ടിയിട്ടൊക്കെ ബെഞ്ചൊക്കെ കെട്ടിയിട്ടൊക്കെ അടിക്കും. അതുപോലും നിയമം അനുവദിച്ചിട്ടില്ല. പക്ഷെ അപ്പം ഞാൻ പറയുന്നത്, ഒരാൾ കുറ്റം സമ്മതിക്കുന്നില്ലെങ്കിൽ അയാൾ കുറ്റവാളിയാണെന്ന് പ്രഥമ ദൃഷ്ട്യാ മജിസ്ട്രേറ്റിന് തോന്നുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് ഹി ക്യാൻ ഗീവ് പെർമിഷൻ, പോലീസിന് കൊടുക്കാം ഇയാളെ മർദ്ദനം ഏതെങ്കിലും തരത്തിലുള്ള ചൂരലിനടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അനുവാദം കൊടുക്കാം. അതിനൊക്കെ കൃത്യമായിട്ട് നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചെയ്യാമെന്നുള്ളത്. കണ്ണിൽ മുളക് അരച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല. ഒരാളെ വേണ്ടി ചട്ടകം പഠിപ്പിച്ച് നോക്കാം, ഒന്നും പറ്റില്ല. അവൻ കുറച്ച് ദിവസം ഇങ്ങനെ പഠിച്ച് നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചോദ്യം ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് അയാൾ തീർച്ചയായിട്ടും അയാൾ കൊലക്കേസിൽ പ്രതിയാണ്, അയാളാണ് ചെയ്തത്. പക്ഷെ അയാൾ പറയുന്നില്ല. പറയിക്കാൻ വേണ്ടിയുള്ള അതിന് മജിസ്ട്രേറ്റ് വേണം. മജിസ്ട്രേറ്റിന് റിട്ടേൺ പെർമിഷൻ കൊടുക്കാം, മനസ്സിലേ? അങ്ങനെയൊക്കെ ചെയ്യണം. എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കാര്യങ്ങൾ നിയമ സംവിധാനമൊക്കെ നേരെ വേണം നടക്കുകയുള്ളൂ. അപ്പം ഈ എന്താ പറഞ്ഞ ഈ ടോർച്ചർ അതായത് മർദ്ദിക്കുക, അല്ലെ മർദ്ദനം എന്നല്ല, ഏതെങ്കിലും തരത്തിൽ മർദ്ദനത്തിന് ടോർച്ചർ എന്ന് പറഞ്ഞത്. അപ്പം ഈ നമ്മുടെ ഇതിൻ്റെ പോലീസ് മാനുവലിൽ അത് ഒരു 3 ഡിഗ്രി ആയിട്ട് മാറ്റണം. അതായത് ഫസ്റ്റ് ഡിഗ്രി ഓഫ് ടോർച്ചർ, സെക്കൻഡ് ഡിഗ്രി ഓഫ് ടോർച്ചർ, തേർഡ് ഡിഗ്രി ഓഫ് ടോർച്ചർ. അതായത് ആവശ്യം വന്നാൽ ഒരാളെ ചെയ്യാം, നിയമപരമായിട്ട് ഒരാളെ നമുക്ക് വേണേൽ അടിക്കാൻ പാടില്ല, ചൂരലിനടിക്കാം, മനസ്സിലായോ? അങ്ങനെയുള്ള ഇപ്പം അതൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് പെർമിഷൻ വേണ്ട. അത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർക്ക് അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടർക്കോ ചെയ്യാവുന്നതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മാർഗങ്ങൾ ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ഒരാൾ കൊണ്ടിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ പിള്ളേർ ഈ പ്രായി കൊണ്ട് പഠിക്കുന്ന കുറേ കവിതകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുറേ കവികളുടെ അത് കൊണ്ടിട്ട് ഇയാളുടെ അവിടെ ഇരുത്തി കവിതകൾ നിർത്താണ്ട് ഇവരെ ചൊല്ലിക്കോ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇപ്പം ഞാനാണ് പ്രത്യേകിച്ച് 10 മിനിറ്റോട് നിർത്തിക്കോ, ഞാൻ തന്നെയാണ് സമ്മതിക്കും, മനസ്സിലായി? പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് ഇക്കിളിടാം. അതിനൊന്നും മജിസ്ട്രേറ്റിന് സാങ്ഷൻ വേണ്ട. ഇക്കിളിട്ട് കഴിയുമ്പോൾ ഇവൻ നല്ല ചിരിച്ച് കുറേ കഴിയുമ്പോൾ അവൻ സമ്മതിക്കും. അല്ല, അവന് ചോദിക്കാം പാട്ട് ഇഷ്ടമാണോ? ഞാൻ യേശുദാസിൻ്റെ വലിയ ആരാധകനാണെന്ന് പറയും. അപ്പോൾ അവനെന്ത് ചെയ്യണം? അപ്പോൾ ഇന്നത്തെ യേശുദാസിൻ്റെ പാട്ടൊന്നും വെക്കരുത്. ഇന്നത്തെ ഇപ്പം ഇറങ്ങണ സിനിമകളിൽ ആര് എഴുതിയെന്നോ ആര് സംഗീതം ചെയ്തെന്നോ ആര് പാടിയെന്നോ അറിഞ്ഞുകൂടാത്ത കുറേ നിലവിളി പാട്ടുകളുണ്ട്. ഇതങ്ങോട്ട് നിർത്താണ്ട് വെച്ച് കഴിഞ്ഞാൽ യേശുദാസിൻ്റെ ആരാധകനാണെങ്കിൽ ഉടനെ സമ്മതിക്കും ഞാൻ, അല്ലേ? അതാണ് ഫസ്റ്റ് ഡിഗ്രി ഓഫ് ടോർച്ചർ. എന്താ ചിരിക്കണം? എന്താ, ഞാൻ ഇന്നലെ ഒരു സിനിമ ഉണ്ട്, അതിനകത്തുള്ള ഇതുപോലെ ഒരു കരച്ചിൽ, പിന്നെ ഇപ്പം നമുക്ക് മൊബൈൽ കാണുമ്പോൾ ഓടിച്ച് കളയാൻ പറ്റുന്നതുകൊണ്ട് അത്ര ആശ്വാസമുണ്ട്. അല്ല, സംഗീതത്തിൻ്റെ ഇതൊന്നും ഇതിനെ പാട്ടൊന്നും ഞാൻ വിളിക്കില്ല. ഇത് പാട്ടല്ല, വേറെ എന്തോ സാധനമാണ് ഇത്. പോട്ടെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവം ഇല്ലാത്ത തരത്തിൽ ഈ ചേന വെള്ളമൊക്കെ ഇല്ലേ, ചേന കഴിയ വെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ചോറ് ഞാൻ ചാവും. അതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല. ഇപ്പം കണ്ണിൽ മുളക് അരച്ച് കഴിച്ചാൽ ഒന്നും പറ്റൂല, കണ്ണൊന്നും കേടായി പോകുന്നില്ല. നല്ലോണം ഒത്തിരിയേറെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഒരു തോന്നണം. അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ട് വേറെ വലിയ അപകടമൊന്നും വരില്ല. മുളക് അരച്ച് തേക്കാം. അതൊക്കെ നിയമപ്രാബല്യം വേണം മജിസ്ട്രേറ്റിന്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രിക്ക് മജിസ്ട്രേറ്റിന് സാങ്ഷനോട് ചെയ്യാൻ പറ്റുള്ളൂ. മുളക് അരച്ച് തേക്കുന്നതും അതൊക്കെ മജിസ്ട്രേറ്റിന് സാങ്ഷൻ്റെ അതാണ്. ഇപ്പോൾ ടോർച്ചർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും ചെയ്യണം. കൊലക്കേസിൽ പ്രതി അവൻ ഒന്നും പറയാണ്ടിരുന്നത് ഇന്നിപ്പോൾ എന്താ, ഇന്ന് ഇടിയും അവൻ്റെ ചവിട്ടുമൊക്കെ കിട്ടുമ്പോൾ അവൻ പറയും. ആ ചവിട്ട് ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ ഭയങ്കരമായിട്ട് അവൻ്റെ പിന്നെ ചിലപ്പോൾ ചത്തുപോകുന്നത്, അതല്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റാണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ ചട്ടം പഠിപ്പിച്ച് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോലില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് ഡിഗ്രി ഓഫ് ടോർച്ചർ എന്ന് പറഞ്ഞ ഇതാണ്. അത്
ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി വിത്ത് ദ പെർമിഷൻ ഓഫ് ദി മജിസ്ട്രേറ്റ്. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഡിഗ്രി വേറെ ഇതും കൂടി ഉണ്ട്. ഈ പിന്നെ ഈ ഷടിയിലേ പിന്നെ ഷടിയിൽ അതുപോലെ ഉറുമ്പും കൂട്ടിലേക്ക് കൊണ്ട് പിന്നെ ഷടിയിൽ വെക്കുക. ഉറുമ്പ കയറി കഴിയുമ്പോൾ പിന്നെ ഷടിയിട്ട് കൊടുക്കുക. അതുകൊണ്ട് അവൻ പറയും തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചട്ടം പഠിപ്പിക്കലൊക്കെ തേർഡ് ഡിഗ്രിയാണ്. ചട്ടം പഠിപ്പിച്ച് നോക്കല് പട്ടം പഠിപ്പിച്ച് വെച്ചാൽ അവൻ പറയാ അതെ നീ സത്യം പറഞ്ഞോ, അടുത്ത മെത്തേഡാണ് ചട്ടം പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അവൻ പറയും അയ്യോ വേണ്ട ഞാൻ തന്നെയാണെന്ന് പറയും. അപ്പോൾ ഇവരെ അതുപോലെ ഈ തലയെ കൂടി കുടം കമത്തി വെക്കുക. ചില പട്ടികളൊക്കെ തല കെട്ടിട്ട് കുടത്തിൽ കുടുങ്ങി പോവും. അതുപോലെ ഇവൻ്റെ തലയിൽ ഒരു കുടം കമത്തുക. അതുകൂടി അവൻ കുറേ കഴിയുമ്പോൾ അവൻ സത്യം പറയും. അപ്പോൾ അതുപോലെ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ഈ കുറ്റം സമ്മതിക്കാത്ത ആൾക്കാരൊക്കെ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. അത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പറയുന്നേ കുറ്റം ചെയ്തതെങ്കിൽ സമ്മതിക്കുക, അതാണ് മാന്യത. കുറ്റം ചെയ്തെങ്കിൽ സമ്മതിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ സമ്മതിപ്പിക്കും. നിങ്ങളാണ് പ്രതിയെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കും. അതിനുള്ള ടോർച്ചർ മെത്തേഡ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ ടോർച്ചർ ഇതൊക്കെ ചെയ്യുന്നത് ബന്ധുക്കൾ നിൽക്കട്ടെ. ഒരാൾ പിടിച്ച് ചൂരലിനടിക്കണൊക്കെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം. മനസ്സിലായോ? ഈ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചെയ്തത് എന്താ ഗുണമെന്ന് അറിയാമോ? ഇപ്പം ഇവനാണ് ഈ അടികൊള്ളണ പ്രതിയാണ് കുറ്റമെന്ന് ഈ ബന്ധുക്കൾക്ക് അറിയാം. ഇവനെ അടിക്കണാണുമ്പോൾ ഇവൻ പറയില്ല, പ്രതി പറയില്ല. പക്ഷെ ബന്ധുക്കൾ പറയും അയ്യോ അവന് തല്ലല്ലേ, അവൻ തന്നെയാണെന്ന് പറയും. കാരണം അവനെ തല്ലെന്ന് കാണുന്നത് ബന്ധുക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പറയും അവന് തല്ലണ്ട, അവൻ തന്നെയാണെന്ന് ബന്ധുക്കൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം.